ഗൈസ്, ഞാനും സച്ചിയും കൂടി പോവുകയാണ് ഗൈസ്. എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഇൻസുവിന് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഡ്രസ്സ് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കത്തില്ല. പിന്നെ നമുക്കൊന്ന് ബാങ്ക് വരെ പോകണം. വെയിലാണ് ഗൈസാണ്. സച്ച് നന്നായിട്ട് കുഴഞ്ഞതുപോലെ നടക്കുന്നത്. നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് പോവായിരുന്നു. പക്ഷേ ഇവിടെ അടുത്ത് ചന്തമുക്കിൽ ഒരു ബാങ്കിൽ കയറണം. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും അവിടെ ഇറങ്ങിയിട്ട് വേറെ ഓട്ടോ പിടിക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളിവിടെ അതെ അതെ കണ്ടോ, നന്നായിട്ട് കിസ് എടുത്തിരിക്കുന്നത്. എടി നമ്മൾ എവിടെ പോണേ? ആദ്യം ശങ്കരത്തിലോ? നമുക്ക് ആദ്യമേ ശങ്കരത്തിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് ലല്ലബയിൽ പോയിട്ട് വരാം. ഓക്കെ. പിന്നെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനും സച്ചും ശങ്കരത്തിലോട്ട് പോയി. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞാൽ കിഡ്സിൻ്റെ ഒക്കെ മുകളിലാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ സച്ചു ഇങ്ങനെ ഇരുന്ന് ഓരോ ട്രോളുമാണ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചാൽ സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്ത് പറയുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയത് ഹെൻസൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ ബർത്ത്ഡേ ആണ് ഡിസംബർ 28. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ വീഡിയോ ഇടാൻ വേണ്ടി താമസിച്ചാണ്. അപ്പം കുറച്ച് പാർട്ടി വെയറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അല്ലെങ്കിൽ നമ്മൾ ലല്ലബയിൽ പോയിട്ട് വാങ്ങിക്കാമെന്നാണ്. അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയാൽ ഒന്നും കിട്ടത്തില്ല. എക്സ്പെക്റ്റ് ചെയ്യാതെ ചുമ്മാ ഒന്ന് കയറി നോക്കാനായിട്ട് പോയാൽ അവിടെ നിന്ന് കിട്ടും. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. പക്ഷേ ഞാൻ ഇവക്ക് എന്തായാലും ഇവിടെ തന്നെയാണ് ഡ്രസ്സ് എടുത്തത്. അങ്ങനെ 2-3 ഫ്രോക്കൊക്കെ ഇങ്ങനെ നോക്കി. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലൊരു കളറും കൊണ്ടായിരിക്കും ഏതൊരു കടയിൽ ഇപ്പം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലായാലും ഹെൻസൂൺ ഡ്രസ്സ് എടുക്കാൻ പോയാലും എൻ്റെ മനസ്സിലൊരു കളറുണ്ട്, അതും വിചാരിച്ചാണ് ഞാൻ പോണത്. അപ്പം അത് എൻ്റെ മനസ്സിന് ഒത്താൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഭാഗ്യം കൊണ്ട് എന്തായാലും ആ കളർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് നേരത്തെ കാണിച്ചതിൽ ഒരു ഫ്രോക്കാണ് എടുത്തത്. ഫസ്റ്റ് കാണിച്ച ഫ്രോക്കിൽ ഏത് ഫ്രോക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. എനിക്ക് സച്ചുവിന് ഇഷ്ടപ്പെട്ട ആ ഫ്രോക്ക് ഞാൻ വിളിച്ച് ഇക്കായൊക്കെ കാണിച്ചു. അപ്പോൾ ഇക്കാക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഉമ്മായൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിച്ചു. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല, അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബാക്കി കുറച്ച് സാധനം കൂടെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ സച്ചുവിനും ഉമ്മാക്കും ഉമ്മ വരാൻ നേരത്തെ പറഞ്ഞിട്ടിരുന്നു എനിക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. സച്ചുവിനെ ഞാൻ ഉമ്മടയിലാക്കിയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ സച്ചും കൂടെ ഷവർമ മേടിക്കാനായിട്ട് പോയി. ഈ താമസമൊന്നും ഇല്ലായിരുന്നു. 15 മിനിറ്റിനകം ഷവർമ കയ്യിൽ കിട്ടി. പിന്നെ ഞാനും സച്ചു ഒരു ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഡയറി മിൽക്ക് കണ്ടപ്പോഴത്തേക്ക് ആക്രാന്തം വന്നു. പക്ഷേ വാങ്ങിയില്ല ഗൈസ്. ടീ പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വിളിച്ച് വരുന്നില്ല. കാരണം അവിടെ ഒരാൾ ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വരാൻ നേരത്ത് ഉറങ്ങി കിടക്കുന്ന കണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആളെ എണീറ്റിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോകാം ഗൈസ്. ഇനിയുള്ള വീഡിയോയിൽ നമ്മുടെ ഹെൻസൂൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ ഡ്രസ്സാണ് ആദ്യം എടുത്ത് വെച്ചത്. പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.